ഹായ് ഫ്രണ്ട്സ്, സിദ്ധു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എൻ്റെ നാട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മുറിഞ്ഞമാട് എന്ന സ്ഥലത്താണ്. ഇന്ന് ഞാൻ വരാനുണ്ടായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഏറ്റവും വലിയ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചെറുവള്ളങ്ങളുടെ ഉത്സവമാണത്. ഈ ഉത്സവം നടത്തുന്നത് എൻ്റെ നാട്ടിലെ എൻ്റെ ക്ലബ്ബ് കൂടിയായിട്ടുള്ള റോവേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. കീവറമ്പിൻ്റെ ചരിത്രത്തിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള റോവേഴ്സ് ക്ലബ്ബ് ഇത്രയും വലിയൊരു ചരിത്ര മുഹൂർത്തം ഇവിടെ സമ്മാനിക്കുകയാണ്. കേരളത്തിലെ തന്നെ ചെറുവള്ളങ്ങളുടെ ഏറ്റവും വലിയ ഉത്സവമാണ് കീവറമ്പ് മുറിഞ്ഞമാടിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ഈ വരുന്ന 28-ാം തീയതി കൃത്യം 10 മണിക്ക് തുടങ്ങി 7 മണിക്ക് അവസാനിക്കുന്ന രീതിയിൽ വളരെ ക്രമീകരിച്ചുകൊണ്ടാണ് ഈ ഉത്സവം ഇവിടെ നടക്കാൻ പോകുന്നത്. 4ാമത്തെ പ്രാവശ്യമാണ് റോവേഴ്സ് ക്ലബ്ബ് മുറിഞ്ഞമാടിൽ വെച്ച് ഈ ഉത്സവം നടത്തുന്നത്. കീവറമ്പിൻ്റെ ചരിത്രത്തിൽ കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് റോവേഴ്സ് ക്ലബ്ബ്. ഈ റോവേഴ്സ് ക്ലബ്ബാണ് ഈ ജലോത്സവം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അത് ഏതുവരെയായി, അല്ലെങ്കിൽ അതിൻ്റെ തോണികൾ ഇറങ്ങിയോ, അല്ലെങ്കിൽ എന്തൊക്കെ ആയി എന്നുള്ളത് നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ വരുന്ന 28-ാം തീയതി ഈ ഒരു ഉത്സവം കാണാനായിട്ട് കീവറമ്പ് മുറിഞ്ഞമാടിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ മത്സരത്തിനുള്ള തോണികളുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതന്നല്ലേ തോണികൾ? 3 ട്രാക്കാണ് നമുക്കുള്ളത്. അപ്പോൾ 3 ട്രാക്കിലേക്കുള്ള 3 തോണികൾ. അപ്പോൾ ഇതിന്റെ പണികളൊക്കെ കഴിഞ്ഞോ? പണി ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അകം കൂടി ഒന്ന് പെയിന്റ് അടിച്ച് റെഡിയാക്കിയാൽ നാളെ നെറ്റിലേക്ക് ഇറങ്ങും. നാളെ അല്ലേ? നാളെ നമ്മുടെ 3 തോണികളാണ് മത്സരത്തിനുള്ള 3 തോണികൾ. അതേപോലെ ട്രാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അവിടെ ഓരോ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ടീമുകളുടെ. അതേപോലെ കയാക്കിങ്, പെഡൽ ബോട്ട്, ഹൗസ് ബോട്ട്, എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട്. ഇത് ഓൾറെഡി ഇവിടെ ഉള്ളതാണ് ഹൗസ് ബോട്ട്. ഹായ്. കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തി. നമ്മുടെ 4ാമത് മലബാർ ജലോത്സവം അതിഗംഭീരമായിട്ട് നടത്താനുള്ള എല്ലാ സജ്ജാവും ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മളെ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ എറണാകുളം ടീമുകളൊക്കെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അവർ നമ്മൾ സ്വീകരിച്ചു. അതേപോലെ തന്നെ മറ്റ് പല സ്പോൺസേഴ്സും നമ്മളെ സ്ഥലം കണ്ട് വളരെ നല്ല അഭിപ്രായമാണ്. പിന്നെ എല്ലാ മത്സര ടീമുകളും ഇന്ന് പ്രാക്ടീസ് എടുക്കുന്നുണ്ട്. എല്ലാവിധ സജ്ജാവും ഒരുക്കാണ്. 4ാമത് മലബാർ ജലോത്സവം അതിഗംഭീരമായിട്ട് തന്നെ നമ്മളിവിടെ നടത്തപ്പെടുമെന്നാണ്. അല്ല, ഈ വള്ളംകളിക്ക് പുറമെ വേറെ എന്തൊക്കെ പ്രോഗ്രാം? വള്ളംകളിക്ക് പുറമെ നമ്മുടെ സ്റ്റേജിൽ മെയിനായിട്ട് നമ്മളെ ഈ മുറിഞ്ഞമാട് എന്നുള്ള സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ടൂറിസ്റ്റുകളാണല്ലോ. വള്ളംകളി കാണുക എന്നുള്ളതിനപ്പുറം മറ്റുള്ള ആളുകൾക്കൊരു കലാവിരുന്ന് തന്നെ ഒരുക്കുന്നുണ്ട്. അതേപോലെ നാടൻ ഒപ്പനകൾ, അതേപോലെയുള്ള സ്റ്റേജ് പ്രോഗ്രാമുകൾ, ഗാനമേള, സിനിമാറ്റിക് ഡാൻസ്, അക്രോബാറ്റിക്കുകൾ, അങ്ങനെയുള്ള പൊതു പരിപാടികളെല്ലാം തന്നെ നമ്മൾ ഇന്നലെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എത്ര മണിക്കാണ് തുടങ്ങുക? നമ്മൾ മത്സരം 10:30 മണിക്ക് ആരംഭിക്കും. ഉദ്ഘാടനം നമുക്ക് 2 MLA-മാരാണ്, PK ബഷീറും അതുപോലെ തന്നെ TV ഇബ്രാഹിമുമാണ്. അവർ 2 മണിക്ക് നമ്മൾ ഉദ്ഘാടന സെക്ഷനിലേക്ക് എത്തിപ്പെടാമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എത്ര മണി വരെ ഉണ്ടാവും? നമുക്ക് വൈകുന്നേരം 6 മണി വരെ നമുക്ക് മത്സരം. 6 മണിക്കാണ് നമ്മളെ ഫൈനൽ നിശ്ചയിച്ചിട്ടുള്ളത്. മറ്റ് പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് തന്നെ മത്സരം ആരംഭിക്കുകയും അതുപോലെ തന്നെ അത് അവസാനിപ്പിക്കുകയും ചെയ്യും. നല്ല ക്രൗഡുള്ള സമയമാണ്.
അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് വിജയിക്കുന്നതാണ് ഞങ്ങൾ എല്ലാവരുടെയും പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ ജലോത്സവത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റേജ്, അതേപോലെ തന്നെ കാണികൾക്ക് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. പറയാൻ പോവാ, ഫസ്റ്റ് അടിച്ച പോയുള്ളൂ. ഫസ്റ്റ് അടിച്ചിട്ട് ഓ ഓക്കെ ഓക്കെ. ആ ഔണ്ടാടാ പോയി. ഇതെന്താണ് സംഭവം? ഇത് ചാലിയാറിലെ ജലോത്സവമാണ്. മുറിഞ്ഞമാട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയ സ്ഥലമാണ്. ഇവിടെ 20ഓളം ടീമുകൾ പങ്കെടുക്കുന്ന, റോവേഴ്സ് പങ്കെടുക്കുന്ന ഒരു ജലോത്സവമാണ്. 5ാമത് ജലോത്സവം. പിന്നെ ഇവിടെ ശക്തമായ മത്സരങ്ങളാണ് നടക്കുക. വാശിയേറിയ മത്സരങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ഈ മാട് ഈ പ്രദേശം മൊത്തം ജനങ്ങളോട് നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് കാണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളേത് ടീമിൻ്റെ? ഞാൻ കളേഴ്സ് പയമ്പറ. കളേഴ്സ് പയമ്പ്. കപ്പടിക്കോ? കപ്പടിക്കാൻ ചാൻസ് പറയാൻ പറ്റില്ല. നല്ല ശക്തരായ ടീമാണ്. CH ജലോത്സവത്തിൽ ഞങ്ങൾ 3ാം സ്ഥാനം കിട്ടി. അപ്പോൾ മൈക്രോ സെക്കൻഡുകൾക്കൊക്കെയാണ് വിധി നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. അൻസാഫ ഓർമ്മയുടെ ഇന്ന് നല്ല ആളുകളുണ്ട്. ഒന്നാമത് ജലോത്സവത്തിൻ്റെ ട്രയലും മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അത് കാണാനും, അതേപോലെ തന്നെ ഈ ട്രാക്കിൽ ട്രയൽ എടുക്കാനും വേണ്ടി ടീമുകളും അതിൻ്റെ ഉടമസ്ഥരും ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നിലവിലൊരു ചെറിയ ട്രയൽ മത്സരം കാണാം. നമുക്ക് കുറച്ച് നേരം കാത്തു നിന്നാൽ. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ജലോത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ആളുകൾ എത്തുന്ന ഒരു ദിവസമായിരിക്കും ഈ വരുന്ന ഞായറാഴ്ച. അപ്പോൾ എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവിടെ ഇപ്പോൾ ട്രയൽ മത്സരം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ട്രാക്ക് എന്ന് പറയുന്നത് 400 മീറ്ററാണ് ട്രാക്ക് ഉള്ളത്. അത് 1 മിനിറ്റും 35 സെക്കൻഡ് കൊണ്ടുമൊക്കെയാണ് ഇവർ ഫിനിഷ് ചെയ്യുക. നീ ഇതുവരെ ഇത് കണ്ടിട്ടുണ്ടോ? എവിടുന്ന്? ഇവിടുന്ന് തന്നെ. ഈ എൻ്റെ കൂടെ കൂടിയിട്ട് കുറേ കാലമായല്ലോ അല്ലേ. ഇത് 4ാമത്തെ ജലോത്സവമാണ്. ട്രയലിന് വന്നാട്ടോ. ട്രയൽ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. ഏതാ ടീം? CKT ചെറുവാടി. എങ്ങനെയുണ്ട്? ജയിക്കൂടെ? വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നല്ല നിലയിൽ അല്ലെങ്കിൽ ഫൈനലിൽ വരെ എത്തിയ ഒരു ടീമാണ് CKT. അവരുടെ പ്രാക്ടീസിനുള്ള ആൾക്കാരാണ് ഇത് മുഴുവനുള്ളത്. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ ഇപ്പൊ ഇത്തവണ കപ്പടിക്കൂലേ? A ടീമും B ടീമും ഉണ്ടോ? ഓക്കെ ഓക്കെ ശരി. അപ്പൊ കപ്പടിക്കട്ടെ. ഇതടാ അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി, ഇവിടുന്ന് പോകാറായി. അപ്പോൾ എല്ലാവരും 28-ാം തീയതി ഫാമിലിനി ചെങ്ങായിമാരി ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നോളൂ. അപ്പോൾ ഇവിടെ ഒരു ജലോത്സവം അല്ലെങ്കിൽ വള്ളംകളി മാത്രമല്ല ഇവിടെ നടക്കുന്നത്. 20ഓളം ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അതിന് പുറമെ തന്നെ ഈ നിരവധി സ്റ്റേജ് പെർഫോമൻസുകളും നിരവധി കായിക സാംസ്കാരിക കൂട്ടായ്മകളും ഇവിടെ നടക്കുന്നുണ്ട്. നിരവധി ഫുഡ് സ്റ്റാളുകളുണ്ട്.
അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഒരിക്കലും മിസ്സാകൂല. ഒരു 10 മണിക്ക് വന്ന് 7 മണി വരെ ഇവിടെ ഉത്സവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ ഫാമിലിനെയും കൂട്ടുകാരെയും ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള സിദ്ധു വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.